ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കോഴിക്കോട് പോയ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ മോളെ എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. മോളെ എറണാകുളത്താണ് പഠിക്കുന്നത്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോയതായിരുന്നു മോളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് SM സ്ട്രീറ്റ് പാളയൊക്കെ വരുന്നത്. നമ്മളത് നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനെല്ലാം SM സ്ട്രീറ്റിലേക്ക് എത്തി. അവിടെ രാവിലെ ഒരു 9:30 ആയേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ആരുമില്ല കേട്ടോ. SM സ്ട്രീറ്റിൽ ആൾക്കാരൊന്നുമില്ല. ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലമല്ലേ അത്. അപ്പോൾ എനിക്ക് രാവിലെ അത് കണ്ട് ഭയങ്കര സന്തോഷം തോന്നി. ഇതെന്താ വെച്ചാൽ ഏതെടുത്താലും 20 രൂപ 5 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. എന്തൊക്കെയാണ് കുറച്ച് സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി നല്ല വിലയുണ്ട് കേട്ടോ. ഡാസ്ലറിൻ്റെ ഒരു എഴുതി വെച്ച നല്ല വിലയുള്ള സാധനമായിരുന്നു. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനം നോക്കിയപ്പോൾ അല്ലാണ്ട് 5 രൂപൻ്റെ 3 രൂപൻ്റെ ഒക്കെ സാധനം എഴുതി വെച്ചത് ഒരു 20 രൂപ അങ്ങനെയൊക്കെ. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഞാൻ രണ്ടാമത് മേടിച്ചിട്ട് അവിടുന്ന് അത് അന്നും വാങ്ങിച്ചില്ല കേട്ടോ. ആകെ മോൾക്ക് എന്തോ ക്ലിപ്പ് നല്ല കളക്ഷൻ. ഇപ്പോൾ ഓണത്തിനൊക്കെ എനിക്ക് തോന്നുന്നത് രാവിലെ പൊതുവേ നല്ല തിരക്കുണ്ടാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ മാസം എടുത്തതാണ് കേട്ടോ. കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ തന്നെയാണ് എടുത്തത്. കുറച്ച് ദിവസം 2 ആഴ്ച ഉണ്ടാവും. പക്ഷെ നല്ല കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമായിരുന്നു കമ്മൽ. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ജിമിക്കിയിടില്ല. മക്കൾക്കും വലിയ താല്പര്യമില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ ജിമിക്കൊക്കെ കാണുമ്പോൾ. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാനതൊന്നും ഇടാറില്ല കേട്ടോ. ഇടാറില്ലെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര പ്രായമായല്ലോ, ഇനി അതൊന്നും ഇടണ്ട എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് ചെറിയ സാധനങ്ങൾ 5-10 രൂപേൻ്റെ സാധനങ്ങൾ മോൾക്ക് വാങ്ങിച്ചിട്ടോ. അത്യാവശ്യം എനിക്ക് തോന്നുന്നത് വീട് കോഴിക്കോടുള്ളവർ കാണുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വിലക്കുറവുണ്ട് കേട്ടോ. നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അത്യാവശ്യം വിലക്കുറവുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ടൗണിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാരണം നല്ല വിലയ്ക്ക് കൊടുക്കുന്ന ഷോപ്പും SMലുണ്ട് കേട്ടോ. ഞാൻ അധികം ഫാൻസി സാധനമൊന്നും SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കാറില്ല. കാരണം അത്യാവശ്യം നല്ല വിലയാണ്. കൈ തൊട്ടപ്പം. പക്ഷെ എനിക്ക് ഇവിടെ ഇത്തിരി വില കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ ഇവർ 30 രൂപേൻ്റെ കമ്മലൊക്കെ എന്ന് വെച്ചാൽ ചെറിയ ജിമിക്കുകളാണ് കേട്ടോ. നമ്മൾ വലിയ ജിമിക്കും കാര്യങ്ങൾക്കൊക്കെ സാധാ റേറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഷോപ്പാണ് കേട്ടോ. അവർ മുന്നിൽ തന്നെ വെച്ചതാട്ടോ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ. വിലയുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമായില്ല. പക്ഷേ നല്ല റേറ്റുണ്ട്. 500 അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ബാഗ് അതൊക്കെ പിന്നെ SM സ്ട്രീറ്റ് നമ്മൾ പൊതുവെ കാണുന്നതാണല്ലോ ബാഗും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനൊക്കെ നല്ല റേറ്റുള്ള സാധനങ്ങളാണ്. എനിക്കിതിൻ്റെ തുണിയെ പറ്റി പറയാനറിയില്ല. അത്യാവശ്യം നല്ല റേറ്റുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും തിരിഞ്ഞ് വെച്ചപ്പോൾ ഒരു മൈലാഞ്ചി കണ്ടു. അങ്ങനെ ഒക്കെ അത് വാങ്ങിക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ മോള് ഒരു മൈലാഞ്ചി കൂടെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അത് വന്നിട്ട് അതിൻ്റെ നാടകമായിരുന്നു. എപ്പോഴും അത് തീർന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ കായ്ക്കും കാലമൊക്കെ ഇട്ട് നടക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബില്ലൊക്കെ അടിച്ച് അവിടുന്ന് ഇറങ്ങി. കണ്ടോ നിങ്ങൾ SM സ്ട്രീറ്റ് നല്ലതായിട്ട് ആളൊക്കെ ഒഴിഞ്ഞ് ഷോപ്പൊക്കെ തുറക്കുന്നേ ഉള്ളൂ. ചരക്കുകൾ ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കുന്ന ടൈമാണത്. അങ്ങനെ ഇറക്കുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനും കോളേജിൽ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അത് അത്യാവശ്യം. പിന്നെ ഇവരൊക്കെ ഈ ഷോപ്പിൽ എനിക്ക് തോന്നുന്നു ഞാൻ കയറിയ ഷോപ്പിൽ ആളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കിനിപ്പം ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. ഒരു ടോപ്പ് എടുക്കാനുള്ള ഒരു തുണി എടുക്കണം മോൾക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് വന്നെടുത്തില്ലായിരുന്നു. അതിൻ്റെ അതേ സെയിം വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. കാരണം എനിക്ക് അപ്പോൾ അന്ന് വീട്ടിൽ നിന്ന് കഴിക്കാൻ തോന്നിയില്ല. വെറും ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചു. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണം. കാരണം സമയം 10 മണി ആവാനായി. അങ്ങനെ ഞങ്ങൾ നേരെ ആര്യഭവനിലേക്ക് പോയി. നമ്മൾ ഇവിടെ എപ്പോൾ വന്നാലും നമ്മൾ ടൗണിലാണ്, ഇവിടെ കോഴിക്കോടാണല്ലോ ഡ്രസ്സ് എടുക്കാനൊക്കെ വരും. നമ്മൾ ആര്യഭവൻ എന്നിട്ട് ഫുഡ് കഴിക്കാം. വെജാണ്. അപ്പം ഞാൻ രാവിലെ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മൾ വൈകുന്നേരം അധികം പൂരി അങ്ങനെയൊക്കെ കഴിക്കാനാണ് കയറുക. അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കാണ് എത്തുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കട്ടോ. അത്യാവശ്യം നല്ല ചോറും കറിയൊക്കെയാണ്, ഇഷ്ടമാണ്. പിന്നെ ഇത് രാധാ തിയേറ്റർ, അതിൻ്റെ അടുത്താണ്
ആര്യഭവൻ എല്ലാവർക്കും അറിയാം, കോഴിക്കോടുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഞാൻ ഈ തിയേറ്ററിൽ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ട് കല്യാണം കഴിഞ്ഞ സമയം, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താട്ടോ വന്നത്. എനിക്കന്നൊരു ഇപ്പോഴും ഇപ്പോഴും ഞാൻ അതിൻ്റെ നോക്കിയിട്ടാണ് പേര് വായിച്ചത്, ഏതാ തിയേറ്റർ അങ്ങനെ ശ്രദ്ധിക്കാൻ. നമ്മൾ തിരക്കിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പം തന്നെ പോകുന്നല്ലേ. ഇങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ ഒക്കെ ഉള്ളൂ. നമ്മൾ അവിടെയും തിരക്കില്ലായിരുന്നു കേട്ടോ. അതായത് നമ്മളിവിടെ ഉച്ചക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ വരെ സ്ഥലം കിട്ടാറില്ല. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടെ ഞാൻ വേറൊരു സ്ഥലത്തു നിന്നൊക്കെ വെജ് ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിച്ച് ആ എണ്ണ പറ്റാഞ്ഞിട്ട്. എണ്ണയൊക്കെ ഞാൻ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ ഉഴുന്നുവടയായിരുന്നു കഴിച്ചത്. ഉഴുന്നുവട എണ്ണ ചിലപ്പം പഴകിയ എണ്ണ മറ്റേ ആയിരിക്കും. അന്ന് മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഒരു പേടി. പക്ഷേ അത്യാവശ്യം നമുക്ക് വിശക്കുമ്പോൾ നമ്മളെന്തായാലും കഴിക്കാൻ നമ്മൾ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിക്കാമെന്ന് പറയുമ്പോൾ അത് ഇത്രയും ടൈം എടുക്കും. പിന്നെ മോളും കൂടെ ഉണ്ടല്ലോ, അവൾക്ക് എന്തായാലും വിശക്കും. അപ്പോൾ അങ്ങനെ പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ കഴിച്ചിട്ട് എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ 10-20 വർഷമാണ് ഉണ്ടാവും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട്. നമ്മൾ വരുമ്പോഴൊക്കെ ഇവിടെ തന്നെയാണ് കയറാം. അപ്പോൾ നമ്മുടെ മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത്. മസാല ദോശ എത്തി. പക്ഷേ ഞാൻ മസാല ദോശ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കേട്ടോ വീഡിയോ എടുത്തത്. അതാണ് ഞാൻ മസാല ദോശ കൊണ്ടൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട്, ഞാനിപ്പോൾ രണ്ടാമത്തെ അമ്പലത്തിൽ SM സ്റ്റേജിൽ തന്നെ ഹനുമാൻ കോവിലുണ്ട്, അവിടെ കയറി. അതിന് ശേഷമാണ് ആ ഷോപ്പിൽ കയറിയത്, ഫാൻസി കയറിയത്. ഇപ്പം ഞാൻ നേരെ ദുർഗാദേവി ക്ഷേത്രം കേട്ടോ, അവിടെ കയറി ജസ്റ്റ് വിളക്കും കാര്യങ്ങളൊക്കെ ഷീട്ടാക്കി ഞാൻ അമ്പലത്തിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം രാവിലെയൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ എനിക്കിനി എവിടെയാണ് കാസർഗോഡ് കേന്ദ്രയിലേക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പം മോളെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊന്ന് ചെരുപ്പ് തുന്നിച്ചു. ഇങ്ങനെ ചെരുപ്പൊക്കെ തുന്നി നമ്മൾ നേരെ നടന്നാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. കാരണം കുറച്ച് ദൂരമുള്ള അങ്ങനെ നടന്നു പോയി. കാരണം അവിടെ കാല് വെക്കാൻ പറ്റില്ല, അത്ര ചളി എന്തൊക്കെയാണ്. പക്ഷെ ആ ഭാഗമൊക്കെ ഇത്തിരി നീറ്റാണ്. എപ്പോഴും ആളുകൾ പോയി വരുന്ന സ്ഥലമാണ് ഈ LIC എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ അവിടെ ആകെ വെള്ളമൊക്കെ കെട്ടി അവിടെ ഫുട്പാത്തൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അത് ക്ലീനൊക്കെ ആയിരുന്നു. കാരണം ഓണത്തിനൊക്കെ നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ജസ്റ്റ് അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. പിന്നെന്താ നമ്മളവിടെ നിന്ന് ഇത് മാനാഞ്ചിറ സ്ക്വയർ. അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി നമ്മൾ കാണുന്നത് നമ്മൾ കൈത്തറി മേള. അപ്പം ഞാൻ വിളിച്ചു എന്തായാലും വന്നല്ലോ, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എല്ലാ വർഷവും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, ഒന്നും എടുക്കില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണും. അപ്പം ഞാൻ നേരെ ഫ്രണ്ടിൽ കണ്ടത് കത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു കത്തി വേണം. കാരണം എൻ്റെ കത്തി കാണാനില്ല. അപ്പം ഞാൻ കത്തി നോക്കി, പക്ഷെ നല്ല വിലയുണ്ട്. അങ്ങനെ മെല്ലെ ഞാൻ അവിടെ ഞങ്ങൾ നേരെ അകത്തേക്കൊക്കെ പോയി. അകത്തത്തെ കോട്ടൺ സാരി, കോട്ടൺ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് അവർ ഇതാക്കുന്നത്. പക്ഷെ നല്ല പ്യുവർ ഞാനിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് അത് ഇഷ്ടമാവുന്നില്ല. കണ്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ എന്താ ഇവിടെ നിന്ന് വാങ്ങിച്ചത് ചാലരിപ്പ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒന്ന് വാങ്ങിക്കണം എന്നുള്ള ഇതിൽ പോയതെല്ലാം കണ്ടപ്പോൾ ഞാൻ കയറിയിരുന്നു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട്. ഇതാണ് ഈ കൈത്തറീൻ്റെ, ഇപ്പോൾ കൈത്തറിയാണ്, കോട്ടൺ ഖാദി അങ്ങനെയൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ബെഡ്ഷീറ്റിനൊക്കെ നല്ല വിലയുണ്ട്. എത്രയും 700 അങ്ങാണ്ട് ഡബിൾ കോട്ടിന്. ഞാൻ വില ഒന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് വേഗം പോയിട്ടോ. അങ്ങനെ ഒരു കഴുകാനും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പാണ്. നല്ല വെയിറ്റ് ഉണ്ടാകും വെള്ളത്തിലിട്ടാൽ. പിന്നെ ഇതൊക്കെ ടോപ്പിൻ്റെ തുണികളാണ്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. സാരീസൊക്കെ റേറ്റ്സ്. പിന്നെ ഇത് നമ്മളെ ഇതൊക്കെ കമ്മലാണ്. കമ്മൽ ചുറ്റി എന്തൊക്കെയുണ്ട്. മാലകൾ എനിക്കിഷ്ടമായിട്ടാണ്. ഞാൻ വാങ്ങിച്ചിട്ട് ആരിടാണ്. പിന്നെ ആകെ നമ്മൾ ഒരിക്കലും ഇവിടെ വാങ്ങിച്ചത് ചെരുപ്പായിരുന്നു കേട്ടോ.
ഒരുപാട് കാലം നിന്നുണ്ടായിരുന്നു ചെരുപ്പ്. പക്ഷെ അവിടെ ആ സ്റ്റാളിൽ ആരെയും കാണുന്നില്ലായിരുന്നു. പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പായിരുന്നു ചെരുപ്പിൻ്റെ നല്ല പാദസരത്തിൻ്റെ മണികളൊക്കെ കോർത്തിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ വില ചോദിക്കാൻ അവിടെ ആരുമില്ല. ഇനിയിപ്പോൾ ജസ്റ്റ് ഇനി എപ്പോഴെങ്കിലും ഓണത്തിൻ്റെ പർച്ചേസിന് മറ്റേ പോകുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം. എനിക്കത് ഇഷ്ടമായി. അവിടെ സ്റ്റാളിൽ ആരുമില്ല. പിന്നെ ബാക്കിയൊക്കെ ഹിന്ദിക്കാരായിരുന്നു. നമുക്ക് എങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും ഒന്നുമില്ല. അത്രയും സാധനങ്ങൾ ആദ്യമൊക്കെ ഒരുപാട് ഉണ്ടാവുമായിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്കും കളക്ഷനോ മറ്റോ കുറവായതുകൊണ്ട് അവർക്ക് അത്ര ഒരുപാടൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് കർട്ടൻ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. എനിക്ക് കർട്ടൻ വേണമായിരുന്നു. പക്ഷെ അവിടെ കർട്ടൻ ഒന്നുമില്ല. ഇനിയിപ്പോൾ വേറെ കോഴിക്കോട് തന്നെ വരും കേട്ടോ. ഓണായതുകൊണ്ട് 20 രൂപ ഏതെടുത്താലും വില കുറവുള്ള ആ സ്ഥലങ്ങളൊക്കെ വരും. അപ്പോൾ അവിടെ കർട്ടനൊക്കെ ഉണ്ട്. പോയി കർട്ടൻ വാങ്ങിക്കാനുണ്ട്. പിന്നെ അന്ന് നമ്മൾ ആരും ഇല്ല കേട്ടോ. കാരണം 10 മണിയായിട്ട് തോന്നും. അല്ലെങ്കിലും ഇവിടെ ഒരുപാട് ആളുകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഓണം അടുപ്പിച്ച് അങ്ങനെ ആളുകൾ കുറച്ച് വന്നെന്ന് ഞാൻ അങ്ങനെയാണ് കണ്ടത്. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് അത് മാറ്റാൻ വരും. എന്തെങ്കിലും പറ്റില്ല സ്റ്റിച്ച് ചെയ്യാനും കോഴിക്കോട് ടൗണിൽ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അധികം വരാറുണ്ട് ഇവിടെ തന്നെ. പിന്നെ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തെന്ന് വെച്ചാൽ വീഡിയോ ക്ലിയറാണ്. ഞാൻ ഇങ്ങനെ വീഡിയോ ക്ലിയർ ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഇവരെങ്ങനെ ഇവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. സാരിയൊക്കെ തോന്നുന്നു എനിക്ക് കണ്ടിട്ട് തന്നെ ഉണ്ടാവുമായിരുന്നു. സാധാ കോട്ടൺ സാരിയൊക്കെ ഉണ്ട്. ഈ സാധനത്തിനൊക്കെ നല്ല വിലയാണ് ഇവിടെ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഫാൻസി സാധനങ്ങളാണ്, പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ റേറ്റ് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഞങ്ങൾ അവിടെ തിരിച്ചു കേട്ടോ. ഒന്നും വേണ്ടാലോ എന്ന് വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് വാങ്ങിച്ചതാട്ടോ. ഈ ക്ലിപ്പ്, ചായരിപ്പ, പിന്നെ എന്താ വാങ്ങിച്ചാൽ ഈ കോരി, ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതൊന്നും അതൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇത് വേണ്ടല്ലോ. പിന്നെ നമ്മൾ നേരെ കസവ കേന്ദ്രയിലേക്ക് കേട്ടോ പോയത്. അങ്ങനെയായിട്ട് പോയി നമ്മൾ കുറച്ച് ടോപ്പൊക്കെ നോക്കി. പിന്നെ മേലേക്ക് കയറി ചുരിദാറിൻ്റെ സെക്ഷനിൽ പോയി ടോപ്പ് നോക്കി, റെഡിമെയ്ഡ് ടോപ്പുകൾ നോക്കി. പക്ഷേ ഇഷ്ടമായാലും എന്തെങ്കിലും ഒന്ന് എടുക്കാമല്ലോ എന്നുള്ളതില്ല. പക്ഷെ ഒന്നും ഇഷ്ടമായില്ല. പിന്നെ ഞാൻ എന്താ എടുത്തു, ഒന്നും എടുത്തില്ല. ഒരു ടോപ്പിൻ്റെ തുണി എടുക്കാൻ പോയങ്ങനെ മോൾക്കൊരു ബ്ലൗസിൻ്റെ തുണി എടുത്തിട്ടാണ് വന്നത്. അതെനിക്ക് ഇഷ്ടമായതായിരുന്നു. വെച്ചാൽ മീറ്ററിന് 220 രൂപയായിട്ടുണ്ടായിരുന്നു. അപ്പം മോൾക്ക് ഞാൻ 80 എടുത്തത്. 180 അങ്ങനെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കോഴിക്കോടുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നത് ഇത്രയും വില കുറവുള്ളൊരു സ്ഥലം ഇതാണ് കേട്ടോ. എനിക്കിപ്പോൾ പോയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നല്ല കളക്ഷനുമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കയറുന്നത് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം ഞാനിവിടെ തന്നെയാണ് പോവുക. എനിക്ക് ഇത്രയും കാലമായിട്ട് വേറെ എവിടെ പോയിട്ടും ഷോപ്പിങ്ങിനൊന്നും വലിയ ഇഷ്ടമായില്ല. എനിക്ക് ഇഷ്ടമായില്ല ഞാൻ തിരിച്ചു വരും കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത ആഴ്ച പോയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ നോക്കുമ്പോഴേക്ക് വരും. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞാൽ അവരാ സാധനങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട് കേട്ടോ. അവിടുത്തെ അവിടെയുള്ള ആളുകളോട് നമ്മൾ പറഞ്ഞാൽ മതി, നമുക്ക് പറ്റി നമുക്ക് ഇങ്ങനെ മോഡൽ വേണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ അടുത്ത ആഴ്ച തന്നെ എത്തിക്കും. അങ്ങനെയുണ്ട് ഈ ഷോപ്പിൽ കേട്ടോ. ഇതൊക്കെ 250 രൂപ ചുരിദാർ സെറ്റാട്ടോ. റെഡിമെയ്ഡ് സെറ്റാണ്. റെഡിമെയ്ഡ് സെറ്റല്ല, തുണിയാണ് കേട്ടോ. ജസ്റ്റ് കോട്ടണും വേറൊരു തുണിയും കൂടെ കൂടിയതാണ്. അത് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിക്കാത്ത എനിക്ക് പാൻറ്റ് എന്തായാലും പറ്റൂല. പാൻറ്റ് വേറെ വാങ്ങിക്കേണ്ടി വരും. എനിക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞാൻ അതിൻ്റെ അടുത്ത് കുറേ നേരം നിന്ന് വാങ്ങിക്കണം എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല, തിരിച്ചു. നമുക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വാങ്ങിക്കും. അങ്ങനെ തോന്നിയില്ല, അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇവിടെ കസവകേന്ദ്ര പിന്നെ അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ വിലക്കുറവിൽ വെക്കും അവർ. അത് സെപ്പറേറ്റ് തന്നെ വെക്കും. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഡ്രസ്സ് എടുക്കും കേട്ടോ. ഡ്രസ്സൊക്കെ എടുക്കും. കുട്ടികൾക്ക് 600-700-ൻ്റെയൊക്കെ അവിടെ അന്നേരം 200 രൂപ 250 രൂപയ്ക്കൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ മക്കൾക്ക് എടുക്കാറുണ്ട്. അത് ഇനിയിപ്പോൾ ഈ സീസൺ ഓണം തുടങ്ങിയാലുണ്ടാവും. ഞാൻ ഇവരെ പ്രൊമോഷൻ ചെയ്യും. എനിക്ക് അനുഭവപ്പെട്ടത് പറയാം കേട്ടോ. മോശമാണെന്നല്ല പറയുള്ളൂ. കാരണം നിങ്ങളൊരു വീഡിയോ കാണുന്നതല്ലേ. ഞാനത് ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. വെറുതെ കളവൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ നേരെ മേലേക്ക് പോയി അവിടുന്ന് താഴേക്ക് പോയി ഇങ്ങനത്തെ കളിയൊക്കെ കളിച്ച് നേരെ വന്ന് ഈ ബ്ലൗസ് പീസാണ് ഇട്ടത് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ട് മോള് ഡാൻസൊക്കെ കളിച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ടിനൊന്നും അറിയില്ല.
പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദാഹിച്ചു. നാരങ്ങ സോഡ വേണം. ഞങ്ങൾ നാരങ്ങ സോഡ കുടിച്ചു. പിന്നെ നാരങ്ങ സോഡ കുടിച്ചു. ഇത് കോഴിക്കോട് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ നാരങ്ങ വെള്ളം സൂപ്പറായിരുന്നല്ലേ. അങ്ങനെ നാരങ്ങ വെള്ളവും